ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ചീസ് കേക്കാണ്. ഇതൊരു ലോ ബഡ്ജറ്റ് ചീസ് കേക്കാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു 125 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇത് ഒരു 7 ഇഞ്ച് സ്പ്രിംഗ് ഫോം പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഫോം പാനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. മൊത്തം മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് ബേസ് സെറ്റാക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഏതാണ്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ക്രീം ചീസാണ്. അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ 300 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 50 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ക്രീം ചീസ് ഒന്ന് പെട്ടെന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ വാനില എക്സ്ട്രാക്റ്റോ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ്. അത് ഏത് ബ്രാൻഡ് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കുറച്ച് നല്ല ക്വാളിറ്റി വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നതാണ് നല്ലത്. അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചീസ് കേക്കിൽ നമ്മൾ ഹെവി ക്രീം യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ക്രീം ചീസ് കൊണ്ട് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം ക്രീം ചീസിലേക്ക് ഒരു 100 ml കട്ടിയുള്ള പാല്, ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഹെവി ക്രീമിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ബീറ്റർ വെച്ചിട്ടും ബീറ്റർ ഇല്ലാണ്ടെയും നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാണ്ട് ഇങ്ങനെ വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അത് കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് പതിയെ എടുക്കാം. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ബാറ്ററും പാനിലേക്ക് ഒഴിച്ച ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് മേലേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്റ്റ് ലെവലായി വരാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ മെല്ലെ തട്ടി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ അത് ഏതാണ്ട് ഇതുപോലെ ലെവലായി വരും. ഇനി ഇതൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായി ഇതുപോലെ വരും. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച പൊടി കൂടി ഇങ്ങനെ ഇതുപോലെ സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ 2 സ്ട്രോബെറി കൂടി വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോ ബേക്ക് ലോ ബഡ്ജറ്റ് ബിസ്ക്കറ്റ് ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്കാണ്, സിമ്പിൾ ചീസ് കേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.